കൊറേ നേരം ആയല്ലോ നിലാവ് തഴിച്ചു വിട്ട കോഴീനെ പോലെ ഇങ്ങനെ അങ്ങോട്ട് കൂടെ കിടന്ന് നടക്കുന്നു. എനിക്ക് ഞാലിപ്പൂവൻ പഴം തിന്നണം. എനിക്ക് ഞാലിപ്പൂവൻ പഴം തിന്നണം. നിങ്ങൾക്ക് എന്താ ചെവി കേൾക്കൂലേ? അതിന് നിങ്ങൾ രണ്ടുപേരും കൂടെ മാർക്കറ്റിൽ പോയതല്ലേ, അപ്പൊ വാങ്ങിക്കായിരുന്നല്ലോ. മാർക്കറ്റിൽ പോയതാ, പക്ഷെ വാങ്ങിച്ചില്ല. എന്തുകൊണ്ട് വാങ്ങിച്ചില്ല? ഞാൻ മര്യാദയ്ക്ക് അങ്ങേരോട് പറഞ്ഞതാ ആദ്യം കണ്ട കടയിൽ നിന്ന് വാങ്ങിക്കാന്ന്. എങ്ങേരോട്? നിങ്ങളുടെ മോൻ ആദ്യമായിട്ട് അങ്ങേർക്കപ്പ രാജുവേട്ടന്റെ കടയിൽ നിന്ന് വാങ്ങിക്കണം. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ആദ്യം കണ്ട കടയിൽ പോയേക്കുവാ. വരേണ്ട സമയം കഴിഞ്ഞു. ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നില്ല? പറ. നിങ്ങളോടല്ലേ ചോദിച്ചത് എന്തുകൊണ്ടാ വരാതെ? സമയം ഇത്ര ആയില്ലേ? അവൻ എന്താ വരാത്തെ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവ ഇപ്പൊ വരും. കിട്ടിയോ? വാങ്ങിച്ച തൃപ്തിയായല്ലോ. ഞാൻ നിങ്ങളോട് എന്താ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞത്? ഞാലിപ്പൂവൻ. എന്നിട്ട് എന്താണോ മനുഷ്യൻ നിങ്ങൾ മേടിച്ചോണ്ട് വന്നത്? ഏത്തപ്പൂവൻ. ഏത്തപ്പഴം. ഇത് മേടിക്കാനാണോ ഞാൻ പറഞ്ഞു വിട്ടത്? അല്ല. എനിക്കിത് വേണ്ട. മര്യാദയ്ക്ക് ഞാലിപ്പൂവൻ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഏത്തപ്പഴല്ലേ മേടിച്ചോണ്ട് വന്നത്? ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞപ്പോ അത് നിങ്ങൾക്ക് സാധിച്ചു തരാൻ പറ്റിയില്ല. പിന്നെ എന്തിനാണോ നിങ്ങൾ എന്നെ ഭർത്താവാന്ന് പറഞ്ഞ് നടക്കുന്നേ? നാണുണ്ടോ? നാണം. എനിക്കിത് വേണ്ട. നിങ്ങൾ ഇത് പുഴുങ്ങിട്ടേ നിങ്ങളുടെ അമ്മയ്ക്കുണ്ടെ കൊടുക്കും. എന്തൊക്കെയാണെങ്കിലും സ്നേഹമുള്ള മരുമോളാ. അല്ല, ഒരു ചെറിയ കാര്യത്തിന് ഇവൾ ഇത്രയും കിടന്ന് തോന്നുന്ന കാര്യം എന്തിനാ? അതെനിക്ക് മനസ്സിലാവാത്തത് എന്ത് ദേഷ്യല്ലേ? അതെ അമ്മ, ഞാൻ ഞാലിപ്പൂവൻ പഴം നോക്കിയിട്ട് എത്ര കടകൾ കയറി ഇറങ്ങി അമ്മയ്ക്ക് വല്ലതും അറിയോ? ആണോടോ മോനെ? അവസാനം കിട്ടാഞ്ഞിട്ടാണ് ഞാൻ ഈ നേന്ത്രപ്പഴം മേടിച്ചു വന്നത്. അവൾക്കിപ്പോ ഇതിപ്പോ കഴിച്ചപ്പോ എന്താ ഇത്ര വലിയ കുഴപ്പം? അതാണ് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞത്. എന്താ അവൾക്ക് ഇത് കഴിച്ച കുഴപ്പം? അതെ, നല്ല കാരണം പൊട്ടിച്ചിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ഇതാ ഞാലിപ്പൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കും. അവള് തിന്നട്ടെ. കൊടുക്കല്ലേ? അതന്നെ കൊടുക്കണം പോയിട്ട്.